ആ ഇവിടെ ഞാൻ ലൈവില് നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇവരുടെ അടുത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തുടങ്ങാം. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മള് ടി വിക്കകത്തുള്ള എല്ലാവരോടും സംസാരിച്ച് എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നതെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോ ലൈക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയാ, നമ്മൾ ഈ ഓഫ്ലൈനിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് അറിയത്തില്ലല്ലോ. അവര് നോക്കുമ്പോ കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഇതില് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് അതായത് ടി വിയിൽ ഇറങ്ങിയ ടൈമില് എന്റെ ഡി എംസ് ആണെങ്കിലും അന്ന് ഞാൻ ലാസ്റ്റ് ഒക്കെ ആയിട്ട് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും തെറിവിളി വന്നിട്ടുണ്ട് എനിക്ക്. അതേപോലെ ഇപ്പൊ ഡി എംസിലാണെങ്കിലും വന്നു. അതേപോലെ എന്താ പറയാ, അല്ലാണ്ട് ഞാൻ അതല്ലാണ്ട് അതിനുശേഷം ഇറങ്ങിയതിന് ശേഷവും ഞാൻ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഡി എംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലഡ് ചെയ്യുവാണ്, മനസ്സിലായ, തെറി വിളി. പക്ഷെ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും തെറി വിളിച്ചിട്ടുള്ളവരില് ഞാൻ അവരുടെ അടുത്തൊക്കെ തിരിച്ച് മാന്യമായിട്ട് തന്നെ റിപ്ലൈ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൈസ് ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്റെ സൈഡും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതായത് വേണമെന്ന് വെച്ച് ഇറങ്ങിയതൊന്നുമല്ല, ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാന്നുള്ള രീതിയിൽ പറഞ്ഞു, മനസ്സിലായില്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വേറെ കുറച്ചെണ്ണം മറ്റേ തള്ളയ്ക്കും തന്തയ്ക്കും ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വിളിക്കണവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ എനിക്ക് അതായത് പിടിച്ചില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് പറയാലോ വാസവണ്ണ, അത് നമ്മുടെ ഓഡിയൻസ് അല്ല, ടി വി ഓഡിയൻസ് അല്ല അത്. അത് കണ്ടപ്പോ മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് വന്ന് കിട്ടണത്, മനസ്സിലായത്. അത് എനിക്ക് ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് കുറെ ഇന്നലെ ഉണ്ടാക്കിയ അക്കൗണ്ടുകളിൽ എനിക്കും വരാറുണ്ടായിരുന്നു. ഞാൻ ഇത് ലൈവിൽ നിന്ന് കുറെ പേരുടെ കാണിക്കുകയും ചെയ്തതാണ്, മനസ്സിലായോ. കുറെ പേരുടെ നല്ല രീതിയിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ച അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ആക്കി വിടും, മനസ്സിലായ. പിന്നെ അവന്മാർക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എല്ലാം ടി വി ഓഡിയൻസ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ലടാ. എടാ ടി വിക്ക് ഒരു ഡൈഹാർഡ് ഫാൻ ബേസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ചില ഡിസിഷൻസ് ഒക്കെ ഞാൻ എടുക്കുമ്പോൾ എന്നെ തള്ളക്കി വിളിക്കണ ഓഡിയൻസ് വരെ ടി വിക്ക് ഉണ്ട്. അതല്ലാതെ ഞാൻ പറയാം, അത് ചില ആൾക്കാർക്ക് ടി വിയെ തോക്കുന്നത് കാണാൻ ഒട്ടും പറ്റൂല. അത് ചിലപ്പോ ഞാൻ പറയില്ല, 6 വർഷത്തിന്റെ അവരുടെ ഡെയിലി റൂട്ടീനിൽ ഈ ലൈവ് കണ്ട് അവര് ആ ഒരു ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ. ഇപ്പൊ ഞാൻ പറയാം, ഓരോ നമ്മുടെ ഇപ്പൊ ഈ ഫുട്ബോള്, ക്രിക്കറ്റ്, അങ്ങനത്തെ ഓരോരോ ടീംസിനോടൊക്കെ ഉള്ള കമ്മിറ്റ്മെന്റ് പോലെ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരുണ്ട്. കുറെ പേര് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. ചില ആൾക്കാർ ടൈപ്പ് ചെയ്തായിരിക്കും, ഇന്നത് ശരിയായില്ല, ഇന്നത് ശരിയാ, ബ്രോ പറഞ്ഞ സത്യമാ. ചില സമയത്ത് അവർക്ക് നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഓവർ കോൺഫിഡൻസിൽ പോയി തോറ്റോണ്ടിരുന്ന ഒരു സമയമുണ്ട്. അന്ന് നമുക്കറിയാം, നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യാനും ഈ ഗെയിം ഒന്നും കളിക്കാൻ താല്പര്യമില്ലാത്തൊരു പെർട്ടിക്കുലർ ടൈമിൽ ഈ സാധനമൊക്കെ എനിക്ക് വരാറുണ്ടായിരുന്നു. ഇല്ല, ഞാനത് സത്യമായിട്ട് പറയാൻ കഴിച്ചു. ഞാൻ അതില് എല്ലാം ഒന്നും ടി വി ഓഡിയൻസ് അല്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറെ ഫേക്ക് അക്കൗണ്ട് ആ സമയത്ത് ഉണ്ടെണ്ണ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ. അതായത് ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു ആൾക്കാരാണ് എന്റെ ഡി എംസിലും അതുപോലെ മറ്റേ ഇതിലൊക്കെ വന്നത്, ലൈവ് ചാറ്റിലൊക്കെ വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ